നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇനിയിപ്പോൾ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷത്തിന്റെയൊക്കെ ഹാങ് ഓവറിലാണ് ജനങ്ങൾ. അതുകൊണ്ട് തന്നെ ഒരു സൈഡിൽ ആഘോഷങ്ങൾ തകർക്കുമ്പോൾ മറു സൈഡിൽ ലഹരി മാഫിയകളും ഇത്തരക്കാരുടെ ഇടയിൽ വർദ്ധിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇരട്ടിപ്പണി പോലീസിനാണ്. പോലീസിനെ വെട്ടിക്കാനായി ലഹരി മാഫിയ സംഘങ്ങൾ പല തന്ത്രങ്ങളും പയറ്റുന്നത് കണ്ടിട്ടുണ്ട്. അതൊക്കെ തരണം ചെയ്ത് പോലീസ് അവരെ കണ്ടെത്തും. ഇതിങ്ങനെ സ്ഥിരമായി നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ആഘോഷവേളകളിൽ ലഹരി മാഫിയയും സജീവമാകാറുണ്ട്. മാഫിയകളെ കുടുക്കാൻ പല വഴികളും പോലീസ് നോക്കാറുണ്ട്. എന്നാൽ ഇവർ രക്ഷപ്പെടും. ഓരോ തവണ കുറ്റവാളികൾ രക്ഷപ്പെടുമ്പോഴും അടുത്ത തവണ കൂടുതൽ സൂക്ഷ്മമായ തന്ത്രങ്ങളുമായി പോലീസ് എത്തും. ഇത്തരത്തിൽ കഴിഞ്ഞ ക്രിസ്മസ് ദിവസം പെറുവിൽ ഒരു അസാധാരണമായ പോലീസ് ലഹരി വേട്ട നടന്നു. ലഹരി സംഘങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത തരം ലഹരി വേട്ട. അതിന്റെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. പെറുവിൽ നിന്നുള്ളതാണ് വീഡിയോ. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് റൈഡിന് ചെല്ലുമ്പോൾ ലഹരി കടത്ത് സംഘങ്ങൾ അവിടെ നിന്ന് ലഹരി സാധനങ്ങൾ മാറ്റുകയാണ്. എന്നാൽ ഇത്തവണ ലഹരി സംഘങ്ങൾക്ക് അപ്രതീക്ഷിതമായ അടിയേറ്റു. കാരണം പോലീസ് എത്തിയത് സാന്താക്ലോസിന്റെ വേഷത്തിലാണ്. ലഹരി സംഘങ്ങൾ പോലീസിൽ നിന്ന് ഒരിക്കലും ഇത്തരം ഒരു നീക്കം പ്രതീക്ഷിച്ചില്ല. അതിനാൽ തന്നെ പോലീസ് ആക്ഷൻ തുടങ്ങിയപ്പോഴാണ് പലരും കാര്യം അറിഞ്ഞത് തന്നെ. ഏതായാലും ഈ ഒരു ട്വിറ്റർ അക്കൗണ്ടിലൂടെ വന്നിട്ടുള്ള വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വൈറലാണ്. മാത്രവുമല്ല പോലീസുകാരെ പ്രശംസിച്ചുകൊണ്ട് നിരവധി ആളുകളാണ് കമന്റ് ചെയ്യുന്നത്. വീഡിയോയിൽ സാന്താക്ലോസിന്റെ വേഷത്തിലെത്തിയ ഒരു പെറുവിയൻ പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു വീടിന്റെ വലിയ ഇരുമ്പ് വാതിൽ ചുറ്റികയ്ക്ക് അടിച്ചു പൊട്ടിക്കുന്നതും വീട്ടിൽ കയറി സാധനങ്ങൾ പിടികൂടുന്നതും കാണാം. നമ്മുടെ നാട്ടിലും ഇത്തരം കേസുകൾക്ക് യാതൊരു തരത്തിലും കുറവില്ല. ലഹരി സംഘം എക്സൈസ് സംഘത്തെ പോലും ആക്രമിച്ച് പ്രതികളെ മോചിപ്പിച്ച സംഭവങ്ങൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പോലീസ് എക്സൈസ് വാഹനത്തിന് നേരെ ആക്രമണം നടത്തുക, അന്വേഷണ ഉദ്യോഗസ്ഥരെ മർദ്ദിക്കുക തുടങ്ങിയ ഒട്ടേറെ കുറ്റകൃത്യങ്ങളാണ് ലഹരി സംഘം നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം അതിരമ്പുഴയിൽ പടക്കം പൊട്ടിക്കുന്നത് ചോദ്യം ചെയ്ത വീട്ടുകാർക്ക് നേരെ പോലും കഞ്ചാവ് മാഫിയ ആക്രമണം നടന്നിരുന്നു. വീട്ടിലേക്ക് സ്ഫോടക വസ്തു എറിഞ്ഞായിരുന്നു ആക്രമണം. പക്ഷേ കാറിന്റെ ബോണറ്റിൽ തട്ടി സ്ഫോടക വസ്തു തെറിച്ച് മുറ്റത്ത് വീണതിനാലാണ് വലിയൊരു അപകടം ഒഴിവായത്. എന്നിരുന്നാലും ഇനിയിപ്പോൾ ആഘോഷങ്ങളൊക്കെ നടക്കാനുള്ള ഒരു സമയത്ത് പോലീസും വലിയ രീതിയിൽ തന്നെ ഇത്തരം ആളുകളെ തുരത്തി ഓടിക്കാനുള്ള വഴികൾ തേടുകയാണ്.